إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 39ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. വല്ലദീന കഫറു, അവിശ്വസിച്ച ഒരു കൂട്ടർ, ആ അവിശ്വസിച്ച ഒരു കൂട്ടരുടെ ഉപമയാണ് ഈ ആയത്തിൽ കൂടി അല്ലാഹു വിശദീകരിക്കുന്നത്. അഅമാലുഹും, ആ അവിശ്വാസികളുടെ പ്രവർത്തനം ഏതു രൂപത്തിലാണ്? കസറാബിൻ, അതൊരു കാനൽ ജലം പോലെയാണെന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ദാഹിച്ച് വലഞ്ഞവൻ വിദൂരത്തേക്ക് നോക്കുമ്പോൾ ആ വെട്ടിത്തിളങ്ങുന്ന ആ സൂര്യപ്രകാശം ഒരു ജലാശയം പോലെ അവന് തോന്നിക്കും. അതാണ് കാനൽ ജലം എന്ന് പറയുന്നത്. ആ കാനൽ ജലം പോലെയാണ് അത്. മരുഭൂമിയിലുള്ള ആ ദാഹിച്ച് വലഞ്ഞവൻ അവൻ ഗണിക്കുന്നു, അവൻ വിചാരിക്കുന്നു എന്നത് വെള്ളമാണെന്ന്. നോക്കൂ നിങ്ങൾ, ആ കാനൽ ജലത്തെ അതിനെ വെള്ളമാണെന്ന് ഗണിക്കുകയാണ്. മരുഭൂമിയിൽ വിദൂരത്ത് വെട്ടിത്തുളങ്ങുന്ന ആ സൂര്യപ്രകാശം ഒരു വെള്ളത്തടാകമാണെന്ന് കരുതിക്കൊണ്ടതിന്റെ അടുത്തേക്ക് ചെല്ലുന്നവനെ പോലെയാണ് അവിശ്വാസികളുടെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെയും അല്ലാഹു വിശദീകരിക്കുകയാണ്. ഹത്താ ഇദാ ജാഅഹു, അവൻ അതിന്റെ അടുത്തേക്ക് ചെന്നാൽ, ഈ കാനൽ ജലത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ, ലം യജിദുഹു ശൈഅ, അവൻ അവിടെ ഒന്നും തന്നെ കണ്ടെത്തുകയില്ല. അവിടെ ശുദ്ധമായ വരണ്ടുണങ്ങിയ മരുഭൂമിയായിരിക്കും അവൻ കാണുന്നതെന്നാണ്. ഈ രൂപത്തിൽ മഅ്ശറാ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ഈ അവിശ്വാസിയുടെ സകലമാന സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങളും അതൊക്കെയും നിഷ്ഫലമായി അവൻ കണ്ടെത്തും. അതൊരിക്കലും അവന് ഗുണകരമായി ഭവിക്കില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപമയിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിനെ അവർ കണ്ടെത്തും. അവൻ അതിന്റെ അടുത്ത് അല്ലാഹുവിനെ കണ്ടെത്തുമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിരീക്ഷകനായി അല്ലാഹു സദാസമയം അവിടെ ഉണ്ടല്ലോ, അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത് മാത്രമല്ല, അവന്റെ ആ വിചാരണ അല്ലാഹു പൂർത്തീകരിക്കുന്നതാണ്. വല്ലാഹു സരീഉൽ ഹിസാബ്, അതിവേഗത്തിൽ ഹിസാബ് കണക്ക് നോക്കുന്നവനാണ് അല്ലാഹു. അങ്ങനെ കണക്ക് നോക്കിക്കൊണ്ട് നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും പ്രതിഫലം അല്ലാഹു കൊടുക്കും. ആരോടും യാതൊരു തരത്തിലുള്ള അനീതിയും അല്ലാഹു പ്രകടിപ്പിക്കുകയില്ല എന്നാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.